യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചിരുന്നത് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ എന്ന രാഷ്ട്രത്തിൻ്റെ ഭരണാധിപൻ കൂടിയാണ് എന്നുള്ള കാര്യമായിരുന്നു. ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുക ഈ കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ള അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വത്തിക്കാൻ സിറ്റിയെക്കുറിച്ച്, മാർപ്പാപ്പയുടെ ആ രാഷ്ട്രത്തിൻ്റെ ഭരണ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മളിന്ന് ഈ വിപുലമായ ഈ ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ച് കുറച്ച് ആഴമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കാമോ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ഭരണം എങ്ങനെയാണ്, സഭയുടെ ഭരണം എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് കത്തോലിക്ക വിശ്വാസികൾക്ക് ആവശ്യമുള്ളതാണ്. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലായിട്ട് 137 കോടി കത്തോലിക്ക വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ കത്തോലിക്ക സഭയുടെ തലവൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അദ്ദേഹം ഈ വിശ്വാസികളെ 137 കോടി വരുന്ന വിശ്വാസികളെ എങ്ങനെയാണ് ആത്മീയമായിട്ട് നയിക്കുന്നത്, എങ്ങനെയാണ് അവരെ ഭരിക്കുന്നത് എന്ന് അറിയുന്നത് നല്ലതാണ്. പ്രധാനമായിട്ടും മാർപ്പാപ്പ തൻ്റെ ഭരണം നിർവഹിക്കുന്നത് റോമൻ കൂരിയായിലൂടെയും അതുപോലെ തന്നെ നയതന്ത്ര വിഭാഗത്തിലൂടെയുമാണ്. കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയുടെ നയതന്ത്ര വിഭാഗത്തിലൂടെയുമാണ്. റോമൻ കൂരിയ എന്ന് പറയുന്നത് സഭയുടെ, കത്തോലിക്ക സഭയുടെ ഭരണ കാര്യാലയത്തിന് പറയുന്ന പേരാണ് റോമൻ കൂരിയ എന്ന് പറയുന്നത്. രൂപതാ കാര്യാലയം എന്ന് പറയുന്ന പോലെ കത്തോലിക്ക സഭയുടെ ഭരണ കാര്യാലയത്തിന് പൊതുവെ പറയുന്ന പേരാണ് റോമൻ കൂരിയ. ഇപ്പോൾ റോമൻ കൂരിയയിൽ, അതായത് അത് പ്രധാനമായിട്ടും ആ കൂരിയയിലെ ഭരണ നിർവഹണ കാര്യാലയത്തിൽ ഭരണം നിർവഹിക്കുന്നത് ഇപ്രകാരമാണ്. അതിൽ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ 16 ഭരണ ഓഫീസുകൾ, പണ്ടതിനെ കോൺഗ്രിഗേഷൻസ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത നാളിൽ കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്ന ആ പേര് മാറ്റിയതിന് ശേഷം അതിന് ഡിക്കാസ്റ്ററി എന്ന് പറയുകയാണ്, എന്നാണ് അതിൻ്റെ പേര് നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു വകുപ്പാണ് ഭരണ വകുപ്പ്. ഭരണത്തിന് പല വകുപ്പുകളുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു രാജ്യത്താണെന്നുണ്ടെങ്കിൽ ശരി, ആഭ്യന്തര വകുപ്പ്, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ 16 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകൾ, പിന്നീട് വീണ്ടും ഭരണം നിർവഹിക്കാനായിട്ടുള്ള ഓഫീസുകളുണ്ട്, പൊന്തിഫിക്കൽ കമ്മീഷൻസ്, അതുപോലെ തന്നെ പൊന്തിഫിക്കൽ കമ്മിറ്റി. അതിലും പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യം 3 കോടതികൾ. ഇപ്പോൾ ചുരുക്കത്തിൽ പ്രധാനമായിട്ടും മാർപ്പാപ്പ ഭരണം നിർവഹിക്കുന്നത് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്, 16 ഡിക്കാസ്റ്ററീസ്, 3 കോടതികൾ, അതുപോലെ തന്നെ പൊന്റിഫിക്കൽ കമ്മീഷൻസ്, പൊന്റിഫിക്കൽ കമ്മിറ്റികൾ, ഈ തുടങ്ങിയ ഇതിലൂടെയാണ് പ്രധാനമായിട്ടും ഭരണം നിർവഹിക്കുന്നത്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ കാര്യാലയമാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. ഓരോ ഭരണവകുപ്പും കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ലീഡർ, അതിന് നേതൃത്വം നൽകുന്ന ആൾ സാധാരണഗതിയിൽ ഒരു കർദിനാളായിരിക്കും. അപ്പം കർദിനാളിൻ്റെ കീഴിൽ അണ്ടർ സെക്രട്ടറിമാരുണ്ടാകും ആ വകുപ്പിൻ്റെ പ്രാധാന്യം അനുസരിച്ച്. പിന്നെ ഒരുപാട് മറ്റ് ജീവനക്കാർ, മറ്റ് ജോലിക്കാരും ഒക്കെ ഉണ്ടാകും. സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിൽ ഒരുപാട് ജീവനക്കാർ ഉള്ള ഒരു വകുപ്പാണ്. ഈ വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് ഈ മാർപ്പാപ്പായോട് ഏറ്റവും അടുത്ത് മാർപ്പാപ്പായെ സഹായിക്കുന്ന ഒരു വകുപ്പാണ് സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വകുപ്പ്. അപ്പോൾ ഇതിൻ്റെ ചുമതല എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ ഭരണ സംവിധാനത്തിൽ മാർപ്പാപ്പയെ ഏറ്റവും അടുത്ത് സഹായിക്കുന്ന ഒരു വകുപ്പാണ്. ഉദാഹരണമായിട്ട് മാർപ്പാപ്പായുടെ ചാക്രിക ലേഖനങ്ങൾ, അപ്പസ്തോലിക പ്രബോധനങ്ങൾ ഇവ പബ്ലിഷ് ചെയ്യുന്ന, പ്രസിദ്ധീകരിക്കുന്ന, അതിന് മുമ്പായിട്ട് അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ട നടപടിക്രമങ്ങൾ നടത്തുന്നത്, അത് പ്രസിദ്ധീകരിക്കുന്നത്, അതുപോലെ തന്നെ മാർപ്പാപ്പായുടെ വിദേശ യാത്രകൾ അത് അറേഞ്ച് ചെയ്യുന്നത്, വിദേശ പ്രതിനിധികളെ സ്വീകരിക്കുന്നത്, രാഷ്ട്രത്തലവന്മാർ മാർപ്പാപ്പയെ സന്ദർശിക്കുമ്പോൾ അതിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നത്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നത് ഈ വത്തിക്കാൻ സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് ആണ്. അതൊരു പ്രധാന കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം 16 ഡിക്കാസ്റ്ററീസ് എന്ന് പറയുന്ന ഉണ്ട്, ഭരണകാര്യാലയങ്ങളുണ്ട്. നമുക്കതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. ഈ 16 ഡിക്കാസ്റ്ററികളും അതുപോലെ തന്നെ മറ്റ് ഓഫീസുകളെയെല്ലാം ഏകോപിപ്പിക്കുന്നത്, അതിന് മാർഗനിർദ്ദേശം നൽകുന്നത്, ഇതെല്ലാം സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭരണകാര്യാലയം വഴിയായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ തലവനായിട്ടുള്ള കർദിനാളെന്ന് പറയുന്നത് വലിയ ഭാരിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ആളാണ്. വാസ്തവത്തിൽ അതിൻ്റെ എല്ലാറ്റിനെയും ഒരു തലവനുണ്ടാവുമല്ലോ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെ പരമാധ്യക്ഷനായിട്ടുള്ള ഒരാൾ. അതിൻ്റെ പ്രീഫെക്റ്റ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഇതിന് എല്ലാം ഏകോപിപ്പിക്കുക, ചില കാര്യങ്ങളിൽ നിയന്ത്രണം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ഒരുപക്ഷെ മാർപ്പാപ്പ കഴിഞ്ഞാൽ അടുത്തൊരു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ ഉത്തരവാദിത്വത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ഓഫീസാണത്. അപ്പം ഇങ്ങനെയുള്ള ഈ ക്രമീകരണങ്ങൾ, ഭരണക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്. സിക്സ്റ്റസ് 5-ാമൻ മാർപ്പാപ്പയുടെ കാലത്താണ് ഇങ്ങനെയുള്ള ഒരു ഭരണ സംവിധാനത്തിന്, ഭരണകാര്യാലയങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. പക്ഷേ പിന്നീട് കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഭരണ നിർവഹണത്തിൽ, അതിൻ്റെ കാലക്രമത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് ഈ പറയുന്ന ഭരണ സംവിധാനത്തിൽ ചില മാറ്റം വരുത്തിയിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അത് 2022 ഫെബ്രുവരി മാസത്തിലാണ് അദ്ദേഹം അതിനുള്ള മാറ്റം വരുത്തിയിരിക്കുന്ന കാര്യം. ഇനി കാതലായ മാറ്റം അതൊന്നെന്താണെന്ന് പറയാമോ? ഈ 2020 ഫ്രാൻസിസ് മാർപ്പാപ്പ വരുത്തിയ കാതലായൊരു എന്തെങ്കിലും മാറ്റം? കാതലായിട്ടുള്ളൊരു മാറ്റം നമ്മൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഈ എപ്പിസോഡിൻ്റെ അവസാനത്തോ മറ്റോ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് കാതലായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് അൽമായരുടെ പങ്കാളിത്തം സഭാഭരണത്തിൽ, ഈ റോമൻ കൂരിയായിൽ സഭാഭരണത്തിലുള്ള ഭരണനിർവഹണ കാര്യാലയത്തിലുള്ള അൽമായരുടെ പങ്കാളിത്തത്തിന് അദ്ദേഹം പ്രാധാന്യം കൊടുത്തിരുന്നു. അതൊരു കാതലായിട്ടുള്ള ഒരു മാറ്റമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഞാൻ പറഞ്ഞു, വിവിധ വകുപ്പുകളിലൂടെയാണ് ഈ ഭരണം നിർവഹിക്കുന്നത് എന്ന് പറയുന്നത്. സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ 16 ഡിക്കാസ്റ്ററീസ്, 3 കോടതികൾ, പൊണ്ടിഫിക്കൽ കമ്മീഷൻസ്, കമ്മിറ്റികൾ, ഇങ്ങനെയുള്ള ഇതാണ് പ്രധാനമായിട്ടും. അപ്പോൾ അതിൽ നമുക്ക്
സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ 16 ഡിക്കാസ്റ്ററീസ് ഉണ്ട്. അത് പണ്ട് കോൺഗ്രിഗേഷൻസ് എന്ന് പറയുന്നത് പൗരസ്ത്യ കാര്യാലയം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഇപ്പോൾ അതിന് പകരമായിട്ട് വേറൊരു ഡിക്കാസ്റ്ററി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഡിക്കാസ്റ്ററീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിക്കാസ്റ്ററികളെ കുറിച്ചൊന്ന് അച്ഛൻ പറഞ്ഞാൽ നന്നായിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഡിക്കാസ്റ്ററി എന്ന് പറയുമ്പോൾ പ്രാധാന്യം എന്ന് പറയുന്ന കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് പറയാനായിട്ട് ഉള്ളത് ഈ ഡിക്കാസ്റ്ററി ഫോർ ഫെയ്ത്ത്, വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ കാര്യത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നതാണ് കോൺഗ്രിഗേഷനിലെ ഡിക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയും. വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഡിക്കാസ്റ്ററി കൈകാര്യം ചെയ്യുന്നതെന്ന് പറയുന്നു. ഇപ്പോൾ ഏതെങ്കിലും വിശ്വാസം സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുണ്ട്, വിശ്വാസത്തിന് എതിരായിട്ടുള്ള ചില പ്രബോധനങ്ങൾ ആരെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ട്, ഉത്തരവാദിത്തപ്പെട്ടവർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതും അതിനൊരു വിധി തീർപ്പ് കൽപ്പിക്കുന്നതുമായിട്ടുള്ളതാണ് ഈ ഡിക്കാസ്റ്ററി. അതായത് കത്തോലിക്ക സഭയുടെ ഏത് ഈ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് എവിടെയുണ്ടായാലും ശരി. അപ്പോൾ ആരെങ്കിലും ഒരു അൽമായൻ തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം, അതിന് അങ്ങോട്ട് ആ സംശയം കൊണ്ടുചെല്ലുന്നതിന് മുമ്പായിട്ട് വാസ്തവത്തിൽ രൂപതാതലത്തിൽ ഇടവകതലത്തിൽ രൂപതാതലത്തിലൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണ്. അത് പരിഹരിച്ചില്ലെന്നുണ്ടെങ്കിൽ വാസ്തവത്തിൽ വിശ്വാസത്തെ ആയിട്ട് ബന്ധപ്പെട്ട ഈ ഡിക്കാസ്റ്ററി, ഈ ഭരണവകുപ്പിനെ സമീപിക്കാവുന്നതാണ്. അപ്പം കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യാലയമുണ്ട്. അതുപോലെ തന്നെ വാസ്തവത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഡിക്കാസ്റ്ററിയാണ് ഡിക്കാസ്റ്ററി ഫോർ എവഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയിട്ട്. സഭയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത്. അപ്പോൾ സഭയുടെ ദൗത്യമാണ്. അപ്പോൾ ഈ ദൗത്യം സഭ ലോകത്തിലെല്ലായിടത്തും വേണ്ട വിധത്തിൽ കാലോചിതമായിട്ട് എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്തുകൊണ്ട് എങ്ങനെ പ്രഘോഷിക്കാം, എങ്ങനെ പ്രഘോഷിക്കണം, ഈ പ്രഘോഷണത്തിൽ നേരിടുന്ന ഓരോ രാജ്യത്തും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ പരിഹരിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഡിക്കാസ്റ്ററി ഫോർ എവഞ്ചലൈസേഷനാണ് പറയുന്നതാണ്. മറ്റൊരു ഇത് പറയുന്ന ഒരു കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിക്കാസ്റ്ററി, ഞാൻ പഴയ പേരാണ് എപ്പോഴും ഓർക്കുന്നത്, അതുകൊണ്ടാണ് കോൺഗ്രിഗേഷൻ എന്ന് പറയുന്നത്. ഡിക്കാസ്റ്ററി ഫോർ ഓറിയൻ്റൽ ചർച്ചസ് എന്ന് പറയുന്നത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യാലയമാണ്. നമുക്കറിയാം കത്തോലിക്ക സഭയിൽ 24 റീത്തുകളുണ്ട്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ലത്തീൻ റീത്താണ്, അംഗസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത് ലത്തീൻ റീത്ത്. മറ്റ് 23 റീത്തുകൾ എന്ന് പറയുന്ന പൗരസ്ത്യ സഭകളാണ്, വാസ്തവത്തിൽ പൗരസ്ത്യ റീത്തുകളാണ്, പൗരസ്ത്യ സഭകൾ. അപ്പോൾ ഈ 23 വ്യക്തിസഭകൾക്ക്, പൗരസ്ത്യ വ്യക്തിസഭകൾക്ക് വേണ്ടിയിട്ട് സ്ഥാപിതമായിട്ടുള്ള ഒരു ഡിക്കാസ്റ്ററിയാണ് ഡിക്കാസ്റ്ററി ഫോർ ഓറിയൻ്റൽ ചർച്ചസ്. അതാണ് ഓറിയൻ്റൽ ചർച്ചസ് ആണ് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യാലയം എന്ന് പറയുന്നത്. അപ്പോൾ പൗരസ്ത്യ സഭകളുമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ പറയുന്ന ഡിക്കാസ്റ്ററി വഴിയായിട്ടാണ്. കേരളത്തിൽ 2 പൗരസ്ത്യ സഭകളാണുള്ളത് ഇന്ത്യയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ അത് സീറോ മലബാർ സഭയും സീറോ മലങ്കര സഭയുമാണ്. അങ്ങനെ 2 പൗരസ്ത്യ സഭകളാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ 3 സഭകളുണ്ട്. പൗരസ്ത്യ സഭകൾ 2 ഉണ്ടും അതുപോലെ തന്നെ ലത്തീൻ സഭയുണ്ട്. അങ്ങനെ 3 സഭ 3 റീത്ത്, അത് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പം പൗരസ്ത്യ സഭകളുടെ കാര്യം കൈകാര്യം ചെയ്യുന്നത് ഡിക്കാസ്റ്ററി ഫോർ ഓറിയൻ്റൽ ചർച്ചസ് എന്ന് പറയുന്ന ഡിക്കാസ്റ്ററിയാണ്. അതുപോലെ തന്നെ കുടുംബ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വകുപ്പുണ്ട്, ഡിക്കാസ്റ്ററി ഫോർ ഫാമിലി എന്ന് പറയുന്ന കുടുംബജീവിതം. കാരണം ഓരോ കുടുംബവും, കത്തോലിക്ക കുടുംബവും ഗാർഹിക സഭയെന്നാണ് പറയുന്നത്. അപ്പം കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കത്തോലിക്ക സഭയിൽ ഈ പറയുന്ന ഡിക്കാസ്റ്ററിയിലൂടെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്, നിർവഹിക്കപ്പെടുന്നത് എന്നുള്ള കാര്യമാണ്. അതുപോലെ ഓരോ നോക്കുമ്പോഴത് റിലീജിയസിന് വേണ്ടിയിട്ട്, സന്യാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരിതുണ്ട്. ലോകത്തിൽ ഒരുപാട് സന്യാസ സഭകളുണ്ട്. നമുക്കറിയാം, സന്യാസ വൈദികരുണ്ട്,
സന്യാസ സഹോദരന്മാരുണ്ട്, സന്യാസ സഹോദരിമാരുണ്ട്. അപ്പോൾ ഈ സന്യാസ സഭകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ സന്യാസ അച്ചടക്കവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം സന്യാസ നിയമങ്ങളുടെ കാര്യത്തിൽ ഇതൊക്കെയായിട്ടുള്ളതെല്ലാം ഈ ഡിക്കാസ്റ്ററിയാണ്. സന്യാസ സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിക്കാസ്റ്ററിയാണ്. അപ്പോൾ ഡിക്കാസ്റ്ററി ഫോർ പ്രീസ്റ്റ് ഉണ്ട്, ബിഷപ്പോ അതുകൊണ്ട് അതായത് പുരോഹിതന്മാർക്ക്, വൈദികർക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട്. ലോകത്തിൽ ഏതാണ്ട് 4,10,000-ഓളം വൈദികരുണ്ടെന്ന് പറഞ്ഞു, കത്തോലിക്ക വൈദികരുണ്ട്. അപ്പോൾ വൈദികരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഡിക്കാസ്റ്ററിയാണ് കത്തോലിക്ക സഭയിൽ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ ബിഷപ്സുമാരുണ്ട്, ഡിക്കാസ്റ്ററി ഫോർ ബിഷപ്സ് ഉണ്ട്. ഇപ്പം ബിഷപ്പുമാരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതുപോലെ അവരുടെ നിയമനം ഇതാണ്. അതുപോലെ തന്നെ അവരുടെ സ്ഥലം മാറ്റം, നിയമനം, സ്ഥലം മാറ്റം, രാജ്യം സ്വീകരിക്കൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കത്തോലിക്ക സഭയിൽ ഈ ഡിക്കാസ്റ്ററി വഴിയായിട്ടാണ് കാര്യങ്ങൾ നടപ്പാകുന്നത്. അതുപോലെ തന്നെ മറ്റ് റിലീജൻസിന് വേണ്ടിയിട്ട് മറ്റ് മതവിഭാഗങ്ങളുമായിട്ടുള്ള, ലോകത്തിൽ ഒരുപാട് മതവിഭാഗങ്ങളുണ്ട്, ആ മതവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ടുള്ള ചർച്ചകൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താനായിട്ട് വേറെ ഡിക്കാസ്റ്ററി ഉണ്ട്. അങ്ങനെ എന്തോ എക്യുമേനിസത്തിന് വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യാലയത്തിലൂടെ കൂടിയാണ് ഇപ്പം കത്തോലിക്ക വിശ്വാസിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും, എല്ലാ കാര്യങ്ങളും നിർവഹിക്കപ്പെടുന്നത് പറയുന്നതിനകത്ത് ഇങ്ങനെയുള്ള കാര്യാലയങ്ങളാണ്. ഏതെങ്കിലും കാര്യാലയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഉള്ളതെന്ന് പറയുന്നത്, ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത്. ഇനി ഇതുകൂടാതെ അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, നാമകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിക്കാസ്റ്ററി ഉണ്ട്. ഇങ്ങനെ പല ഡിക്കാസ്റ്ററീസ്, നമ്മൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങൾ, പല ഡിക്കാസ്റ്ററികൾ ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ 3 നമ്മൾ ട്രിബ്യൂണൽസ് എന്ന് പറയും, 3 കോടതികളുണ്ട്. നമുക്കറിയാമല്ലോ, ഈ കോടതികൾ, ഓരോ ഭരണ സംവിധാനത്തിന് നീതി നിർവഹണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നീതി നിർവഹണം, എല്ലാവർക്കും നീതി ലഭിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏത് സംവിധാനത്തിലും ഈ സമൂഹത്തിൽ ഈ സംവിധാനങ്ങൾക്ക് നീതി നടപ്പാകണം. അപ്പോൾ ഓരോ മനുഷ്യൻ്റെയും റൈറ്റ്, ഓരോ വ്യക്തിയുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ആയിട്ടുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ ഈ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് സഭയിൽ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനായിട്ട്, നീതി നടപ്പാക്കാനായിട്ടുള്ള ഒരു നീതി നിർവഹണ സംവിധാനമുണ്ട്. അതിൽ ആ നീതി നിർവഹണ സംവിധാനത്തിൽ 3 തലത്തിലാണ് ഈ നീതി നിർവഹണം നടപ്പാക്കുക എന്ന് പറയുന്നത്. അതിൽ 3 കോടതികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. 3 കോടതികൾ. അതിൽ ഒന്നാമത്തേത് അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി എന്ന് പറയുന്ന ട്രിബ്യൂണൽ എന്ന് പറയുന്ന കോടതി. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് അതായത് ഒരു വിശ്വാസിയുടെ മനസാക്ഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി എന്ന കോടതിയാണ്. മനസാക്ഷിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഉദാഹരണമായിട്ട് പ്രത്യേകിച്ച് കുമ്പസാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആയിട്ട് കുമ്പസാരം, അതായത് കുമ്പസാരം എന്ന് പറഞ്ഞാൽ മനസാക്ഷിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താനായിട്ട് പാടില്ല എന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പം അതുപോലെ കുമ്പസാരത്തിലെ പ്രായശ്ചിത്തം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ കുമ്പസാരത്തിലെ മാത്രമല്ല, അതുപോലെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രായശ്ചിത്തം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിശ്ചയിക്കുന്നത് ഈ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറിയാണ്. ഏതെങ്കിലും ഗുരുതരമായിട്ടുള്ളൊരു തെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സഭയിൽ നിന്ന് പുറത്താക്കുന്നത് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കുക. ചില കാര്യങ്ങൾ അങ്ങനെയായിരിക്കും അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട, അതിൽ പ്രത്യേകിച്ച് പുറത്താക്കുന്നതിലുപരിയായിട്ട് പുറത്താക്കിയ ഒരാളെ വീണ്ടും സഭയിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങളും ഒക്കെ എടുക്കുന്നത് ഈ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറി. അതായത് ഈ എക്സ്കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന പുറത്താക്കൽ, അത് ലിഫ്റ്റ് ചെയ്യുന്നത് ഈ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറിയാണ് സാധാരണഗതിയിൽ. മെത്രാന്മാർക്കും അത് ചെയ്യാം, പക്ഷേ ചില കാര്യങ്ങളിൽ ഈ അപ്പസ്റ്റോലിക് പെനിറ്റൻഷ്യറിയാണ്. അപ്പം കോടതിയിൽ ഒന്നാമത്തെ ഒരു ഇതാണ്, മനസാക്ഷി സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. അതിനാണ് ഇത് കാലോചിതമായിട്ട് രൂപതാതലത്തിൽ
നടത്തിയിട്ടല്ലേ പിന്നെ അങ്ങോട്ട് മുകളിലേക്ക് പോകുന്നത്. അത്രയേ ഉള്ളൂ തീർച്ചയായിട്ടും. അതിന് പല തലമുണ്ട് വസ്തുത്തിൽ. ചില പ്രശ്നങ്ങൾ ഇടവകയുടെ തലത്തിൽ, ഇതാണ് നല്ല സംവിധാനമാണ് കത്തോലിക്ക സഭയ്ക്ക്, ഇടവകയുടെ തലത്തിൽ നടത്താം. എന്നിട്ട് അവിടെ ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ രൂപതയുടെ തലത്തിലേക്കാണ് വരുന്നത്. പിന്നെ പല സ്ഥലത്ത് റീജിയണൽ തലത്തിൽ ഉണ്ട്, പ്രാദേശികമായിട്ടുള്ള റീജിയണൽ, ഉദാഹരണമായിട്ട് അതിരൂപത തലത്തിലും അങ്ങനെയായിട്ടൊക്കെ നടത്താവുന്ന കാര്യങ്ങളുണ്ട്. ഇനി അതിലും നമുക്ക് പരാജയം സംഭവിക്കുന്നു, അതിലൊരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് വാസ്തവത്തിൽ പിന്നീട് മുമ്പ് പറഞ്ഞിട്ടുള്ള ഈ കോടതികളിലേക്ക്, ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ പെട്ടിട്ടുള്ള കോടതികളിലേക്ക് പോകുന്നത്. പിന്നെ മറ്റൊരു കോടതി എന്ന് പറയുന്ന റോമൻ റോത്ത എന്ന് പറയുന്ന കോടതിയാണ്. റോമൻ റോത്ത അതെന്താണ് ഉദ്ദേശിക്കുന്നത്? അതുവഴിയായിട്ട് ഉദ്ദേശിക്കുന്ന അതൊരു അപ്പീൽ കോടതിയാണ്. സാധാരണയായിട്ടുള്ള ഒരു ചെറിയ ഈ കേസുകളിൽ ചിലതിന് അപ്പീൽ ചെയ്യാവുന്ന, അതായത് മുമ്പ് പറയുന്ന മനസാക്ഷി സംബന്ധിച്ചല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിലുള്ള ഒരു അപ്പീൽ നടത്തുന്ന ഈ കോടതിയാണ് റോമൻ കോടതികൾ. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൻ്റെ ഒരു പരിഹാരം, അതിൻ്റെ നള്ളിറ്റി, അതായത് അസാധുവാണെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ നടത്തുന്നത് രൂപതലത്തിലൊക്കെയാണ് ഇപ്പോഴും വരുന്നത്. പക്ഷേ അവസാനം വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനൊരു പരിഹാരം കൊടുക്കുന്ന ഒരു കോടതിയാണ് വിവാഹമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരം എന്ന് പറയുന്ന റോമൻ കോടതിയാണ്. ഈ റോമൻ റോത്ത എന്ന് പറയുന്ന ഒരു കോടതിയാണ് വസ്തുവത്തിൽ, ഒരു അപ്പീൽ കോടതിയാണ്. അത് അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്നതൊക്കെയാണ്. ഈ റോത്ത എന്ന വാക്ക് ഏതെങ്കിലും എന്ത് ഭാഷയിൽ, അല്ലെങ്കിൽ അത് ലത്തീനോ, അല്ലെങ്കിൽ അത് ലത്തീനാണ് വാസ്തവത്തിൽ. ഈ പറയുന്ന സംവിധാനങ്ങൾ, ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഭരണനിർവഹണ സംവിധാനം എന്ന് പറയുന്നത് പലപ്പോഴും റോമൻ ഭരണ സംവിധാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതാണ്. റോത്ത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റൗണ്ടായിട്ടുള്ളൊരു മുറിയിൽ കൂടുന്ന ഒരു സമ്മേളനത്തെയാണ് വാസ്തവത്തിൽ ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ട് ഉള്ള, നമ്മൾ പറയുന്ന പോലെ വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് പോലെ ഈ വൃത്താകൃതിയിലുള്ള ഒരു സെമി വൃത്താകൃതിയിലുള്ളൊരു മുറിയിൽ കൂടുന്ന സമ്മേളനമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള. അതാണ് റോമൻ റോത്ത എന്ന് പറയുന്നത്. അത് പ്രത്യേകിച്ച് ഈ പറയുന്ന നീതിന്യായത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു കോടതി എന്ന് പറയുന്ന, അപ്പം ഇവിടെ വിവാഹത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, സഭയുടെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിധി തീർപ്പും ഒക്കെ നടത്തുന്ന റോമൻ റോത്തയാണ് ഒരു അപ്പീലിൻ്റെ കാര്യത്തിൽ. പിന്നെ ഏറ്റവും ഉയർന്ന ഒരു കോടതി എന്ന് പറയുന്നത് അപ്പസ്തോലിക് സിഞ്ഞത്തൂര എന്ന് പറയുന്ന ഒരു കോടതിയാണ് വാസ്തവത്തിൽ. അവിടേക്ക് സാധാരണഗതിയിലുള്ള അങ്ങനെയുള്ള കേസുകളൊന്നും വരാറില്ല. ഈ മറ്റ് രണ്ട് കോടതികളിൽ നിന്നുള്ള ഒരു അപ്പീൽ കേൾക്കുന്നതാണ് വാസ്തവത്തിൽ പ്രധാനമായിട്ടും ഈ അപ്പസ്തോലിക് സിഞ്ഞത്തൂര എന്ന് പറയുന്ന കോടതിയുടെ, അതൊരു സുപ്രീം കോടതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇന്നത്തുള്ള കാര്യം. അപ്പോൾ അവിടെ പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിധി നടപ്പാക്കുന്നതിലുപരിയായിട്ട് അതിന് മുമ്പുള്ള കോടതികളിൽ ഉള്ള ഈ തീരുമാനം നടപടിക്രമങ്ങൾക്കനുസരിച്ചല്ല തീരുമാനം വന്നതെങ്കിൽ ആണ്. ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, വേണ്ട വിധത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള ഒരു വിധി തീർപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ കോടതി അതിൻ്റെ അകത്ത് ഇടപെടുകയും വേണമെങ്കിൽ ഒരു പുതിയ ഒരു ബെഞ്ചിന് വീണ്ടും ഈ കേസ് വിട്ടുകൊടുക്കുകയും അങ്ങനെ ഒരു വിധി തീർപ്പിനായിട്ട് അതിൻ്റെ വിധിക്കായിട്ട് കാത്തിരിക്കാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുള്ളതാണ് അപ്പസ്തോലിക് സിഗ്നത്തൂരയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോഴങ്ങനെ ഈ പറയുന്ന 3 കോടതികളും 3 ട്രിബ്യൂണൽസ് എന്ന് പറയും, 3 ട്രിബ്യൂണൽസും വാസ്തവത്തിൽ വത്തിക്കാൻ്റെ അല്ല, ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ കത്തോലിക്ക സഭയുടെ ഭരണ നിർവഹണത്തിൽ പങ്കുവഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അപ്പസ്തോലിക് സിഗ്നത്തൂരയാണ് അന്തിമമായ വിധി കൽപ്പിക്കുക, അതിനപ്പുറത്തേക്ക് അന്തിമമായിട്ടുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുക എന്ന് പറയുന്നത് അപ്പസ്തോലിക് സിഗ്നത്തൂരയാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ മാർപ്പാപ്പയ്ക്ക് ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു അപ്പീൽ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ രാഷ്ട്രപതിക്ക് ഒരു ദയാഹർജി പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടോ? അല്ല, അതിന് പകരമായിട്ടാണ് വാസ്തവത്തിൽ ഈ റോമിലെ ഈ പറയുന്ന ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ ഈ 3 കോടതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 കോടതികളിലൂടെയാണ് വാസ്തവത്തിൽ വരുന്നത്. കാര്യം കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, അപ്പോൾ ആ പരമാധ്യക്ഷനാണെങ്കിൽ ശരി, നിയമം അനുസരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാനൻ ലോ അനുസരിച്ചൊക്കെ
മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാർപ്പാപ്പായ്ക്ക് അങ്ങനെ ഒരു എന്താണ് ഈ ഇപ്പം നമ്മുടെ പ്രസിഡൻറ്റിന് ദയാഹർജി കൊടുക്കുന്നത് പോലെ അങ്ങനെ ദയാഹർജി അങ്ങനെയൊന്നും പറ്റത്തില്ല. എല്ലാ നിയമത്തിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ദൈവിക നിയമവും മാനുഷിക നിയമവും എന്ന് പറഞ്ഞാൽ സഭയുടെ നിയമവും പാലിക്കപ്പെടണമല്ലോ. അതിനപ്പുറത്തേക്കുള്ള ഒരു ഇതിനും കൊടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, നമുക്കിപ്പോൾ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുവാൻ സമയമായി. നമ്മൾ ഇന്ന് എപ്പിസോഡിൽ കണ്ട വിഷയം കത്തോലിക്ക തിരുസഭയുടെ ഭരണ സംവിധാനത്തെക്കുറിച്ചായിരുന്നു. വളരെ സങ്കീർണവും വിപുലവുമായ ഒരു ഭരണ സംവിധാനമാണ് സഭയ്ക്കുള്ളത് എന്ന് നമ്മൾ കണ്ടു. റോമൻ കൂരിയായിൽ 16ഓളം ഡിക്കാസ്ട്രികളും 3 കോടതികളും ഇതിനെ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന സെക്രട്ടേറിയറ്റ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള സംവിധാനത്തെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ടു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ പങ്കുവയ്ക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ കേട്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തലുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതോടൊപ്പം സഭയെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുമ്പോൾ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ കൂടി കാണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട മേൽവിലാസം ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നെസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഇത്രയും സമയം നമ്മളുമായിട്ട് ഈ വിഷയം പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട അച്ഛന് നിങ്ങളുടെ പേരിൽ നന്ദി പറയുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.